നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിൽ ബിജെപിക്ക് ഓരോ ദിവസവും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് നിരവധി നേതാക്കളാണ് ഇതിനോടകം തന്നെ പാർട്ടി വിടുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ബിജെപി ഉപാധ്യക്ഷൻ GL ശർമ്മയടക്കമുള്ള നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിലേക്ക് എത്തിയത്. ബിജെപി സീറ്റ് നിഷേധിച്ചതിന്റെ അതൃപ്തിയുണ്ടെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് അനുകൂല സാഹചര്യമുണ്ടെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളുടെ ഈ കൂടുമാറ്റം എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. കർഷക സമരം മുതൽ വിനേഷ് ഫോഗട്ടിന്റെ ഒളിമ്പിക്സ് മെഡൽ നഷ്ടം വരെയുള്ള വിവിധ ഘടകങ്ങൾ ഹരിയാനയിൽ ഇത്തവണ ബിജെപിക്ക് തിരിച്ചടിയായേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. GL ശർമ്മ 250-ലധികം ഭാരവാഹികളുമായിട്ടാണ് കോൺഗ്രസിൽ ചേർന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശർമ്മയ്ക്കൊപ്പം ബിജെപിയുടെയും മറ്റ് സംഘടനകളുടെയും നിരവധി പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. ഹരിയാന സർക്കാരിൽ ക്ഷീരവികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു ശർമ്മ. കോൺഗ്രസിലേക്ക് മാത്രമല്ല മറ്റു പാർട്ടികളിലേക്കും ബിജെപിയിൽ നിന്നുള്ള ഒഴുക്ക് തുടരുകയാണ്. മുൻ ഉപപ്രധാനമന്ത്രി ദേവിലാലിന്റെ ചെറുമകനായ ആദിത്യ ദേവിലാൽ ഞായറാഴ്ച ബിജെപി വിട്ട് ഇന്ത്യൻ നാഷണൽ ലോക്ദളിൽ ചേരുകയും ഡബ്വാലിയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഹരിയാന മാർക്കറ്റിംഗ് ബോർഡ് ചെയർമാൻ സ്ഥാനം ആദിത്യ അടുത്തിടെയാണ് രാജിവെച്ചത്. ആദിത്യ ദേവിലാൽ പാർട്ടി വിട്ടതോടെ സിർസ ജില്ലയിൽ ബിജെപി വലിയ തിരിച്ചടിയാകും നേരിടേണ്ടി വരിക. ദേവിലാൽ കുടുംബത്തിൽ നിന്ന് ഒരാഴ്ചക്കിടെ ബിജെപി വിടുന്ന രണ്ടാമത്തെയാളാണ് ആദിത്യ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദേവിലാലിന്റെ മകനും സംസ്ഥാന ഊർജ ജയിൽ മന്ത്രിയുമായ രഞ്ജിത്ത് ചൌട്ടാലയും ബിജെപി വിട്ടിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തിയെ തുടർന്ന് ബിജെപിയുടെ ബച്ചൻ സിംഗ് ആര്യയും പാർട്ടി വിട്ടിട്ടുണ്ട്. മുൻ JJP MLA രാംകുമാർ ഗൗതമിനെ നർനൌണ്ടിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. രതിയ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള BJP MLA ലക്ഷ്മൺ നാപ്പയും ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാജിവെച്ചിരുന്നു. മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വ്യക്തമാക്കി മുൻ BJP സംസ്ഥാന മന്ത്രി കരൺ കാംബോജും കഴിഞ്ഞയാഴ്ച പാർട്ടി വിടുകയുണ്ടായി. സഹമന്ത്രി ബിഷംബർ സിംഗ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചുവെങ്കിലും താൻ ബിജെപിയിൽ തന്നെ തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇത്തരത്തിലുള്ള പുറത്തുപോകലുകൾ ശക്തമാകുന്നതിനിടയിൽ AAPയിൽ നിന്ന് 1-2 നേതാക്കൾ ബിജെപിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ തന്നെ ബിജെപിയിലും പൊട്ടലും ചീറ്റലും കേട്ടു തുടങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ 67 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ബിജെപി പ്രഖ്യാപിച്ചിരുന്നത്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ലഡ്വാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. മുൻ മന്ത്രി അനിൽ വിജ് 2009 മുതൽ തുടർച്ചയായി 3 തവണ വിജയിച്ച അംബാല കന്റോൺമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. മനോഹർ ലാൽ ഖട്ടറിന് പകരം ഈ വർഷം മാർച്ചിലാണ് നയാബ് സിംഗ് സൈനി ഹരിയാന മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. അതുവരെ കുരുക്ഷേത്രയിൽ നിന്നുള്ള MP ആയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ ജൂണിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ കർണാൽ നിയമസഭാ സീറ്റിൽ നിന്നാണ് സൈനി വിജയിച്ചത്. അംബാല മേയറും മുൻ കേന്ദ്രമന്ത്രിയുമായ വിനോദ് ശർമ്മയുടെ ഭാര്യ ശക്തി റാണി ശർമ്മ കൽക്ക നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും. പട്ടികയിൽ 8 സ്ത്രീകളും 13 പട്ടികജാതി നേതാക്കളും 9 മറ്റു പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു. ചില മന്ത്രിമാരുൾപ്പെടെ സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഹരിയാനയിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. 2019-ൽ സംസ്ഥാനത്തെ 10 ലോക്സഭാ സീറ്റുകളിലും വിജയിച്ച ബിജെപിക്ക് പക്ഷേ ഇത്തവണ 5 മാത്രമാണ് ലഭിച്ചത്.